VC സെർച്ച് കമ്മിറ്റിയിലേക്ക് 8 പേരുടെ പട്ടിക രാജ്ഭവൻ AGക്ക് കൈമാറി. രാജ്യത്തെ പ്രധാനപ്പെട്ട അക്കാദമിക് വിദഗ്ധരുടെ പട്ടികയാണ് നൽകിയത്. 8 പേരിൽ നിന്ന് 4 പേരുടെ അന്തിമ പട്ടിക AG തീരുമാനിക്കും. വിജിൻ വായന്തോട് വിവരങ്ങൾ വായിച്ചിരുന്നു. വിജിൻ, പട്ടികയിൽ ആരൊക്കെയാണുള്ളത്? മറ്റു വിവരങ്ങൾ. അജിംസ്, കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നിലവിൽ ഇപ്പോൾ രാജ്ഭവനും ഒപ്പം തന്നെ സർക്കാരും ടെക്നിക്കൽ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ, സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള പട്ടിക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 8 പേരുടെ പട്ടികയാണ് 2 സർവകലാശാലകളിലേക്കുമായി രാജ്ഭവൻ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 10 പേരുടെ പട്ടിക സംസ്ഥാന സർക്കാരും കൈമാറിയിട്ടുണ്ട്. 2 പേരും കൈമാറിയ പട്ടികയിൽ നിലവിൽ സംസ്ഥാന സർക്കാർ കൈമാറിയതിൽ 5 വീതം പേരുടെ പട്ടികയാണ് സ്റ്റാൻഡിംഗ് കൗൺസിലിന് കൈമാറിയിരിക്കുന്നത്. അതിൽ തീരുമാനം സ്റ്റാൻഡിംഗ് കൗൺസിൽ കൈക്കൊണ്ട ശേഷം 4 പേരുടെ ലിസ്റ്റാകും സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക. ഒപ്പം തന്നെ 8 പേരിൽ 4 വീതം വെച്ചാണ് ഗവർണർ സുപ്രീം കോടതിക്ക് ലിസ്റ്റ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ 2 പേർ സമർപ്പിച്ച ലിസ്റ്റിലും ഏറ്റവും മുന്തിയ അക്കാഡമിക് യോഗ്യതയുള്ള ആളുകളുടെ പേരാണ് നിലവിൽ ഇപ്പോൾ സെർച്ച് കമ്മിറ്റിക്കായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അത് അക്കാഡമിക് കൗൺസിൽ, സ്റ്റാൻഡിംഗ് കൗൺസിലും ഒപ്പം തന്നെ AGയും അഡ്വക്കേറ്റ് ജനറലും തീരുമാനിച്ച ശേഷം അവരുടെ അന്തിമ ലിസ്റ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുക. എന്തായാലും വലിയ വിവാദങ്ങൾ, വലിയ ചർച്ചകൾ ഒക്കെ ഉയർന്നതാണ്. ഡിജിറ്റൽ സർവകലാശാലയിലും ഒപ്പം തന്നെ ടെക്നിക്കൽ സർവകലാശാലയിലും വലിയ തരത്തിലുള്ള VC നിയമനവും താൽക്കാലിക VC നിയമനവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് സുപ്രീം കോടതി തങ്ങൾ തന്നെ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചോളാം, ഇനി മറ്റൊരു അനുനയനം 2 പേരും തമ്മിൽ നടക്കാത്ത സാഹചര്യത്തിൽ മറ്റൊരു ഇടപെടൽ വേണ്ട, അതിനുള്ള സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ പേര് മാത്രം ഇരുകൂട്ടരും നൽകിയാൽ മതി എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകിയത്. ഇന്ന് വീണ്ടും സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഉപഹർജിയും അതിലുണ്ട്. സർക്കാർ പ്രത്യേകമായി പറയുന്നത് ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ടൊരു ഓർഡിനൻസ് സർക്കാർ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ പാനലിൽ നിന്ന് തന്നെ വൈസ് ചാൻസലർമാരെ നിയമിക്കണം. അതിന് സെർച്ച് കമ്മിറ്റിയിൽ സർക്കാർ ലിസ്റ്റിലുള്ളവർക്ക് പ്രാമുഖ്യം വേണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടാൻ പോകുന്നത്. പക്ഷേ ഈ നിലവിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രകാരം 4 പേർ വീതമുള്ള 2 പട്ടികകൾ രാജ്ഭവനും ഒപ്പം തന്നെ സർക്കാരും നൽകണം. ഒപ്പം UGCയും ഓരോ ആളുടെ പട്ടിക സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. 2 പേരും അക്കാഡമിക് യോഗ്യത കൂടുതൽ ഉള്ള ആളുകളെ തന്നെ നൽകിയ സാഹചര്യത്തിൽ അതിൽ നിന്ന് സുപ്രീം കോടതിയായിരിക്കും തീരുമാനം എടുക്കുക. ജിംസ്.